പോകാൻ സഹോദരങ്ങളെ വളരെ കാതലായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നരകവും സ്വർഗവും ഉള്ളത് കൊണ്ടാണ് നമുക്ക് തെളിവുകൾ പറയേണ്ടി വരുന്നത്, നമുക്ക് തെളിവുകൾ ഉദ്ധരിക്കേണ്ടി വരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ശേഷം ഇൻഷാ അള്ളാഹ് സുഹൈർ മൗലവി നിങ്ങളോട് സംസാരിക്കും. പടച്ചതമ്പുരാൻ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഇവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നാളെ മഹ്ശറയിൽ എരിപൊരി കൊള്ളുന്ന വെയിലത്ത് അർശിന്റെ തണൽ നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുസ്ലിയാക്കന്മാർ മര്യാദയുള്ളവരാകണം. മുസ്ലിയാക്കന്മാർ മര്യാദയുള്ളവരാകണം. ഇരിക്കിൻ മുസ്ലിയാക്കന്മാർ, ഇരിക്കിൻ ഇരിക്കിൻ മുസ്ലിയാക്കന്മാർ, ഇരിക്കിൻ. ബഹുമാനപ്പെട്ട മുസ്ലിയാക്കന്മാർ ഇരിക്കിൻ. ബഹുമാനപ്പെട്ട മുസ്ലിയാക്കന്മാർ ഇരിക്കിൻ. ഇരുന്നിട്ട് സംസാരിക്കാം. ഇരിക്കൂ ഇരിക്കൂ ഇരിക്കൂ. നാട്ടുകാരെ, നിങ്ങൾ കണ്ടില്ലേ മുസ്ലിയാക്കന്മാരുടെ മര്യാദ? നാട്ടുകാരെ, നിങ്ങൾ കണ്ടില്ലേ മുസ്ലിയാക്കന്മാരുടെ മര്യാദ? നാട്ടുകാരെ, നിങ്ങൾ കണ്ടില്ലേ മുസ്ലിയാക്കന്മാരുടെ മര്യാദ? ഒരു സ്റ്റേജിലേക്ക് കയറി വരിക, സമ്മതമല്ലാതെ അനുവാദം ചോദിക്കാതെ, കയറണ്ടെന്ന് പറഞ്ഞിട്ട് കയറുക, ഇരിക്കുക. നോക്കി, ഇതാ മര്യാദ? ഇതാണോ മര്യാദ? ജനങ്ങളെ, നാട്ടുകാരെ, നിങ്ങൾ അറിയണം, നമുക്ക് മര്യാദ പഠിപ്പിക്കേണ്ട മുസ്ലിയാക്കന്മാർ, ഉസ്താദുമാർ അനുവാദമില്ലാതെ സ്റ്റേജിലേക്ക് കയറുക. ഒരു വീട്ടിലേക്ക് കയറണമെങ്കിൽ, സ്റ്റേജിലേക്ക് കയറണമെങ്കിൽ അനുവാദം വേണ്ടേ സഹോദരങ്ങളെ? അവരെ ശരിക്കും ഫോട്ടോ എടുക്കും മക്കളെ, അവരെ ശരിക്കും ഫോട്ടോ എടുക്കും. കണ്ടില്ലേ, പ്രസംഗം കഴിഞ്ഞിട്ടില്ല, പരിപാടി കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ള മര്യാദയില്ലാത്ത മനുഷ്യന്മാരോടാണോ, ഇങ്ങനെയുള്ള മര്യാദയില്ലാത്ത മനുഷ്യന്മാരോടാണോ നമ്മൾ മതം സംസാരിക്കേണ്ടത്? മര്യാദയില്ലാത്ത മനുഷ്യന്മാരോടാണോ മതത്തെപ്പറ്റി ചർച്ച നടത്തേണ്ടത്? മര്യാദയില്ലാത്ത മനുഷ്യന്മാരോടാണോ മതത്തെപ്പറ്റി ചർച്ച നടത്തേണ്ടത്? നാട്ടുകാരെ, നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ ബഹുമാനിച്ച, നിങ്ങൾ പിറകിൽ നിന്ന് മൗമൂമുകളായി നമസ്കരിച്ച ഈ മഹാന്മാരായ മനുഷ്യന്മാർക്ക് ഒരിഞ്ച് മര്യാദ, ഒരിറ്റ് മര്യാദ, അള്ളാഹു പഠിപ്പിച്ച മര്യാദ, റസൂല് പഠിപ്പിച്ച മര്യാദ, സഹാബത്ത് പഠിപ്പിച്ച മര്യാദ, താബീകൾ പഠിപ്പിച്ച മര്യാദ ഉണ്ടോ? നിങ്ങൾ പറയൂ. നമ്മളെ പ്രവർത്തകന്മാരൊക്കെ നിരിക്കും, എല്ലാവരും ഇരിക്കും. സകല മൊബൈലുകളിലും ആ മുസ്ലിയാക്കന്മാരെ ഫോട്ടോ മുഖമടക്കം പിടിക്കും. ഈ സമൂഹത്തെ മര്യാദ പഠിപ്പിക്കേണ്ട, ഈ നാട്ടിലെ കുട്ടികൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കേണ്ട, പള്ളിയിൽ ഇമാമത്ത് നിൽക്കേണ്ട, മദ്രസയിൽ പഠിപ്പിക്കേണ്ട, നിക്കാഹ് കഴിച്ചു കൊടുക്കേണ്ട ആളുകളുടെ തനിനിറം കണ്ടില്ലേ? സ്റ്റേജിലേക്ക് കയറി വരിക, സമ്മതം ചോദിക്കാതെ, അനുവാദമില്ലാതെ. ഇത് ഈ നാട്ടിലെ ഒരു ചട്ടമ്പി ചെയ്യോ? ഈ നാട്ടിലെ ഹൈന്ദവ സുഹൃത്തുക്കളും ക്രൈസ്തവ സുഹൃത്തുക്കളും പോയിട്ട് ഒരു മനുഷ്യൻ ചെയ്യോ? ഒരു ചട്ടമ്പി ചെയ്യോ? ഇത് മതത്തിന്റെ സ്റ്റേജാ. അള്ളാഹുവിന്റെ ഖുർആൻ ഓതിയാ പറഞ്ഞത്, റസൂലിന്റെ തിരിചര്യ ഓതിയാണ് പറഞ്ഞത്, സഹാബത്തിന്റെ വചനമാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ സമസ്ത മുസ്ലിയാക്കന്മാർ പ്രസംഗിച്ചില്ലേ? അവർ വെല്ലുവിളിച്ചു. മുജാഹിദുകൾ ആരെങ്കിലും കയറി ചെന്നോ? ഇല്ല. എന്താണ് കാരണം? ഈ ജാതി മുസ്ലിയാക്കന്മാരാ പ്രസംഗിക്കുന്നത്. ഈ സ്വഭാവമുള്ള, മാനേഴ്സ് അറിയാത്ത, മര്യാദ അറിയാത്ത, സൽസ്വഭാവം എന്തെന്നറിയാത്ത മുസ്ലിയാക്കന്മാരാണ് സ്റ്റേജിൽ പ്രസംഗിക്കുന്നത്. അതുകൊണ്ടാ കയറി ചെല്ലാത്തത്. ഇതാ കണ്ടില്ലേ സ്വഭാവം? അവരെ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോ നമ്മുടെ പ്രവർത്തകന്മാരെല്ലാവരും ഇരിക്കണം. കലക്കാൻ വേണ്ടി വരുന്ന മുസ്ലിയാക്കന്മാരുടെ സ്വഭാവം ഇതാ. ചോദിക്കാൻ വരുന്ന മനുഷ്യന്മാരുടെ സ്വഭാവം ചോദ്യം ചോദിക്കലായിരിക്കും. അപ്പോൾ നമ്മുടെ പ്രസംഗം ആരംഭിക്കുകയാണ്. എല്ലാവരും ഒന്ന് ഇരിക്കണം, സംസാരം അവസാനിപ്പിക്കണം. എല്ലാവരും ഇരുന്നാൽ പ്രസംഗം ആരംഭിക്കും. ഇല്ലെങ്കിൽ പ്രസംഗ പരിപാടി അവസാനിപ്പിച്ചതായി അറിയിക്കേണ്ടി വരും. മുസ്ലിയാക്കന്മാരുടെ കൂടെ നടക്കുന്ന ആളുകളും ശ്രദ്ധിക്കുക. കൂടെ നടക്കുന്ന ചങ്ങാതിമാർ മുസ്ലിയാക്കന്മാർക്ക് മര്യാദ പറഞ്ഞു കൊടുക്കുക, അടക്കിയിരുത്തുക, മര്യാദ പഠിപ്പിക്കുക.
നാട്ടുകാർ മുസ്ലിയാക്കന്മാർക്ക് മര്യാദ പഠിപ്പിച്ചു കൊടുക്കും. എങ്ങനെയാണ് ഒരു സ്റ്റേജിലേക്ക് വരേണ്ടത്, എങ്ങനെയാണ് ഒരു